ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീറോ മലബാർ സഭയുടെ കുർബാനക്രമം ഏകീകരിച്ചപ്പോൾ വിട്ടുകളഞ്ഞ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളാണത്. തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി മനുഷ്യകുലത്തെ മുഴുവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യരക്ഷയിലേക്ക് ഉയർത്തുവാൻ യേശു സ്വീകരിച്ച രണ്ട് മാർഗങ്ങളാണ് സ്വർഗത്തിൽ നിന്നുള്ള ശൂന്യവൽക്കരണവും ഭൂമിയിൽ നിന്നും കുരിശുമരണത്തിലൂടെ ഉയർത്തപ്പെട്ട മഹത്വീകരണവും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നത്: ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ്. ഈ ലോക ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശ് രക്ഷയുടെ അടയാളമായി സ്വീകരിച്ച എല്ലാവരും ഇപ്പോൾ തന്നെ സ്വർഗസൗഭാഗ്യം അനുഭവിക്കുന്നു. നിത്യരക്ഷ എന്നത് മരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല, ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നും തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിത്യസൗഭാഗ്യമാണ്. ഈ ലോകത്തിൽ അനുഭവിക്കാത്ത സ്വർഗീയ സൗഭാഗ്യമൊന്നും മരിച്ചു കഴിഞ്ഞ് ആർക്കും കിട്ടാൻ പോകുന്നില്ല. സത്യമായി യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 5:24, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന സ്വർഗീയ സൗഭാഗ്യമാണ്. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ്. കുരിശിൻ്റെ അടയാളത്തോടെ അനുദിന ജീവിതം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും കുരിശിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെയുള്ള രക്ഷയുടെ അടയാളമാണ് കുരിശ്. എല്ലാ മനുഷ്യരും യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കുരിശിൻ്റെ അടയാളത്തിലൂടെയാണ്. കുരിശിൽ അർപ്പിച്ച ബലി യേശു പൂർത്തിയാക്കിയപ്പോഴാണ് യേശു ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടത്. യേശു കുരിശിൽ അർപ്പിച്ച ബലിയുടെ അനുസ്മരണമായ വിശുദ്ധ കുർബാനയിലൂടെ യേശു വീണ്ടും ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട് വിശുദ്ധ കുർബാനയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവനും ആകർഷിക്കുന്നു. അങ്ങനെ രക്ഷയുടെ അടയാളം കുരിശാകുന്നു. രക്ഷ വിശുദ്ധ കുർബാന തന്നെയാവുന്നു. വചനമാംസമായി നമ്മുടെ കൂടെ വസിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചുകൊണ്ട് ദൈവം വസിക്കുന്നത് നമ്മുടെ കൂടെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും കൂടെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും മഹനീയവും മഹോന്നതമായ സ്വർഗീയ അനുഭവം. അങ്ങനെയാണ് പുത്രനായ ദൈവത്തോടുള്ള സമാനത പൂർത്തിയാവുന്നത്. യേശുവിൻ്റെ ശരീരമായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വിശുദ്ധ കുർബാന യോഗ്യതയോടെയുള്ള സ്വീകരണം വഴി സംഭവിക്കുന്നത്. അതിനുള്ള യോഗ്യതയാണ് കുമ്പസാരം. പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയോട് പറയുന്നത് സമാധാനത്തിൽ പോവുക, മേലിൽ പാപം ചെയ്യുക എന്നാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ കുദാശകൾ നമ്മെ സഹായിക്കുന്നു. എല്ലാ കുദാശകളുടെയും ഉറവിടവും കേന്ദ്രവുമായി വിശുദ്ധ കുർബാനയെ യേശു സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 7 അടയാളങ്ങൾ വഴി സ്വർഗീയ യാത്രയെ സഭ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഇപ്പോൾ കണ്ണാടിയിൽ എന്ന പോലെ നമ്മൾ കാണുകയാണ്, അപ്പോൾ മുഖാമുഖം ദർശിക്കും. ഈ സ്വർഗോന്മുഖമായ യാത്രയ്ക്ക് നമ്മെ സഹായിക്കുന്ന 8ാമത്തെ അടയാളമാണ് കുരിശ്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കുരിശുമരണത്തിലും ഉയർപ്പിലുമാണ്. വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും ഒന്നേക്കും ആമേൻ എന്ന് പറഞ്ഞ് പുരോഹിതൻ കുരിശാകൃതിയിൽ ദൈവജനത്തെ അനുഗ്രഹിക്കുകയാണ്. അതേ അടയാളത്തോടെ ദൈവജനം മുഴുവൻ അത് ഏറ്റുവാങ്ങുന്നു. കുരിശ് അനുഗ്രഹമായി തീരുകയാണ്. കുരിശടയാളം പിശാചിനെ അകറ്റി നിർത്തുന്ന അത്ഭുതമാണ്. ബലഹീനരും അയോഗ്യരുമായ മനുഷ്യരെ മഹത്വപ്പെടുത്തുന്ന അടയാളമാണ്. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുരിശും രക്ഷയുടെ അടയാളങ്ങളാണ്. സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങളുണ്ട്. വിശുദ്ധ കുരിശിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും ശക്തിയിലാണ് സഭയിലെ വിശുദ്ധരെല്ലാം പിശാചിൻ്റെ തിന്മകൾക്കെതിരെ പോരാടി വിജയം നേടിയത്. കുരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി എന്ന് നമ്മൾ ലിത്തുനിയിൽ പാടുന്നുണ്ട്. എന്നാൽ കുരിശിൻ്റെ പാത സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ യേശു വരെ രക്തം വിയർക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു,
ഞാൻ എന്ത് പറയേണ്ടു, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയും ആഗ്രഹവും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ തന്നെയാണ്. കുരിശുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ കുരിശുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയും വിലപിക്കുകയും പരാതി പറയുകയും തകർന്നു പോവുകയും ചെയ്യുന്നു. എല്ലാത്തിനും കാരണം ആരൊക്കെയാണ് എന്ന് പരാതി പറയുന്നു. ദൈവം തന്നെയും കുറ്റക്കാരനാകുന്നു. എന്നാൽ സ്വന്തം ദൗത്യവും കടമയും ഓർക്കുന്നവർക്ക് കുരിശ് മാറിപ്പോകാൻ ആഗ്രഹിക്കുമ്പോഴും തീരുമാനം മറ്റൊന്നാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു. കാരണം ഈ മണിക്കൂറിന് വേണ്ടിയാണ് യേശു കടന്നു വന്നത്. തൻ്റെ കുരിശ് മരണം വഴി യേശു പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. കുരിശ് വഹിക്കാതെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. സ്വന്തം കുരിശ് മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടി കുരിശ് വഹിക്കാൻ സന്നദ്ധനാവണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ തകർന്നു പോകാം, തളർന്നു പോകാം, വീണു പോകാം, പിന്മാറാം. അങ്ങനെ സംഭവിക്കുമ്പോൾ പിതാവിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുരിശയാത്രയിൽ തളരാതെ, തകരാതെ, വീഴാതെ, ഇടറാതെ പോകാനാണ് യേശു പ്രാർത്ഥിക്കുന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. സ്വർഗത്തിൽ നിന്നും സ്വരമുണ്ടായതായി 3 പ്രാവശ്യമാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഒന്ന് യേശുവിൻ്റെ മാമോദീസായുടെ സമയത്ത്, രണ്ടാമത് യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത്, മൂന്നാമത്തേത് കുരിശ് ഏറ്റെടുക്കുന്ന സമയത്ത്. ആദ്യ 2 സമയത്തും മഹത്വം പൂർണ്ണമായും പുത്രനായ യേശുവിന് മാത്രമാണ്. എന്നാൽ മൂന്നാമത്തെ മഹത്വം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് സഹനങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പീഡനങ്ങളും അപമാനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റെടുക്കുമ്പോൾ, ക്ഷമയോടെ അവയെ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ സ്വന്തമാക്കും. അത് മരിച്ചു കഴിയുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. പൗലോസ്ലീഹയുടെ വാക്കുകൾ നമുക്ക് വല്ലാത്ത ആത്മവിശ്വാസം പകരുന്നതാണ്. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് പരിപൂർണമായും ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണ്. എന്നാൽ കുരിശിൻ്റെ മഹത്വം കണ്ടെത്തിയവർക്ക്, അതിൽ അഭിമാനിക്കുന്നവർക്ക്, കുരിശിൻ്റെ വഴിയെ നിരന്തരം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മഹത്വം എന്നും ലഭിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ.